എടി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇവിടെ വന്നിറങ്ങിയപ്പോ മുതൽ ഒടുക്കത്തെ ചൂടാ. സ്വാഭാവികം, നമ്മളിപ്പോ ഉള്ളത് പാലക്കാടാ. പാലക്കാട് അല്ലെങ്കിൽ ഇച്ചിരി ചൂട് കൂടുതലാ. അതെ, തെരഞ്ഞെടുപ്പ് ചൂട് കൂടെ ഉണ്ട്. അപ്പൊ ആരാ നമ്മുടെ ഇവിടെ ഉള്ളേ? നമ്മളിപ്പോ ഉള്ളത് തൃത്താലയിലാണല്ലോ. അപ്പൊ നമുക്ക് ആരെ കൂട്ടാം? തൃത്താലയുടെ സ്വന്തം മന്ത്രി MP രാജേഷ്. പോയാലോ എന്നാ? തീർച്ചയായും. പോലും ഒരു കാര്യം മറന്നു. വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. പക്ഷെ അങ്ങനെ വലിയ ആവേശത്തിൽ ആ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവരും തെരഞ്ഞെടുപ്പിന്റെ ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ ഷൂട്ടിന് വരുന്ന വഴിക്കൊക്കെ കണ്ടത് തൃത്താല ഹാപ്പിയാണ്. ഇതാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ മിനിസ്റ്റർ കാണുമ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, തൃത്താല ഹാപ്പിയാണോ? ഈ 5 വർഷ കാലയളവിൽ മിനിസ്റ്റർ ഹാപ്പിയാണോ? ഞാൻ വളരെ ഹാപ്പിയാണ്. തൃത്താലക്കാരും ഹാപ്പിയാണ്. അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഒരു മുദ്രാവാക്യം വെക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് തൃത്താലയിൽ പറഞ്ഞു കേൾക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു 1/2 ഡസൻ കാര്യങ്ങൾ ഈ 5 കൊല്ലം കൊണ്ട് നടക്കും. പിന്നെ എന്തുകൊണ്ട് തൃത്താലക്കാർ ഹാപ്പി ആവാതിരിക്കണം? നിങ്ങൾ വരുമ്പോ റോഡൊക്കെ കണ്ടില്ലേ? നല്ല റോഡായിരുന്നല്ലേ? 5 കൊല്ലം മുമ്പ് ഞാൻ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉള്ള റോഡുകളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് റോഡ് ഷോ ഒക്കെ നടത്താം. അപ്പോൾ റോഡാവട്ടെ, പിന്നെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലമാവട്ടെ, അതുപോലെ ഒരു ഹോസ്പിറ്റലുണ്ട് തൃത്താലയിൽ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ കെട്ടിടമാണ്, 1937. ഇപ്പോഴാണ് ആ ജീർണിച്ച കെട്ടിടത്തിന്റെ സ്ഥാനത്ത് ഒരു മനോഹരമായ പുതിയ കെട്ടിടം ഉണ്ടാക്കിയത്. 22 സ്കൂളിന് പുതിയ കെട്ടിടം വന്നു. തൃത്താലയ്ക്ക് ആദ്യമായിട്ട് 50 കൊല്ലത്തെ ആവശ്യം ITI വന്നു, നഴ്സിംഗ് കോളേജ് വന്നു. അതുപോലെ ഓപ്പൺ ജിംനേഷ്യങ്ങൾ നിങ്ങൾക്ക് പലയിടത്തും പോയാൽ കാണാൻ കഴിയും. നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന സൗകര്യങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സരസ്മേള, ദേശീയ സരസ്മേള ഇവിടെ വെച്ചാണ് നടത്തിയത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ തൃത്താലക്കാരൊക്കെ പറഞ്ഞ് വലിയ സങ്കടമായിപ്പോയി ഇത് അവസാനിച്ചത് എന്നാണ്. അപ്പോൾ തൃത്താല വളരെ ഹാപ്പിയാണ്. ആ സന്തോഷം തുടരും. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ UDF പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ്. ഇപ്പൊ ഇത്തവണയും അതേ സ്ഥാനാർത്ഥി തന്നെയാണ് UDF മത്സരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ശക്തനാണ് ഒരു എതിരാളി എന്നുള്ള രീതിയിൽ ബൽറാം? ഞാൻ ഏതെങ്കിലും ഒരു എതിരാളി എന്നല്ല, എനിക്ക് എതിരായി മത്സരിക്കുന്ന, ഇതിനു മുമ്പ് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എതിരാളികളെ വളരെ ആദരവോടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇന്നയാള് എന്നില്ല, എല്ലാ എതിരാളികളെയും ആദരവോടെയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് രാഷ്ട്രീയമായ എതിർപക്ഷത്ത് നിൽക്കുന്നവർ മാത്രമാണ്. അവരോടൊന്നും ആരോടും അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയോ ശത്രുതാപരമായിട്ട് കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. വിയോജിപ്പ് രാഷ്ട്രീയമാണ്, വ്യക്തിപരമല്ല. മനസ്സിലായി. കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യം ഇപ്പൊ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ സ്നേഹത്തള്ളലൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പുതുയുഗ യാത്ര മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തള്ളലാണ്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പേ ഇതാണ് സ്ഥിതിയെങ്കിൽ, സ്നേഹം കൊണ്ട് കഴുത്തിന് പിടിക്കുന്ന സ്ഥിതി വന്നാൽ, നാളെ ഇവരുടെ കയ്യിൽ കേരളം ഏൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കാൻ വിവേകമുള്ളവരല്ലേ മലയാളികളെല്ലാം. എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതാണ്. എങ്ങനെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കൂട്ടത്തിന്, ഒരു സ്റ്റേജിൽ പോലും ഡിസിപ്ലിൻ പാലിക്കാൻ പറ്റാത്ത, ഒരു പാർട്ടിയിൽ ഡിസിപ്ലിൻ പാലിക്കാൻ പറ്റാത്ത, ഒരു കാര്യവും അച്ചടക്കത്തോടെ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു കൂട്ടത്തിന് ഒരു നാടിനെ നയിക്കാൻ പറ്റും? സാധാരണഗതിയിൽ തന്നെ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് കോവിഡ് പോലെയോ പ്രളയം പോലെയോ ഒക്കെ ക്രൈസിസ് വന്നാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ്. അപ്പോഴേ എന്തുകൊണ്ടാണ് 10 കൊല്ലം കൊണ്ട് കേരളത്തിന് വലിയ പുരോഗതി ഉണ്ടായത്? വളരെ അച്ചടക്കത്തോടെ പ്രവർത്തിച്ചൊരു ഗവൺമെന്റ് ആണെന്നുള്ളതാണ്. കൃത്യമായ ടാർഗറ്റ് നിശ്ചയിക്കും, ആ ടാർഗറ്റിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള വളരെ സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനം, അങ്ങനെ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കിയെടുത്തു. ഒരു ഗവൺമെന്റിൽ അത്തരം ഒരു വർക്ക് കൾച്ചർ അസാധ്യമല്ല എന്ന് തെളിയിച്ചു ഈ LDF ഗവൺമെന്റ് എന്നുള്ളതാണ്. ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു വിമത നീക്കം പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ തലമുതിർന്ന നേതാവാണ് G. സുധാകരൻ. അപ്പം അവര് തന്നെയാണ് അതെ അതുപോലെ ഇപ്പൊ തളിപ്പറമ്പിലാണെന്നുണ്ടെങ്കിലും വിമത നീക്കം ഉണ്ടായിട്ടിരിക്കും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള ഈ ഒരു വ്യതിചലിക്കലേ, തലമുതിർന്ന നേതാക്കൾ, പാർട്ടി ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന നേതാക്കൾ അങ്ങനെ മാറുമ്പോൾ ഒരു പുതിയ തലമുറയിൽ പെട്ടിട്ടുള്ള ഒരാൾക്കാർക്ക് പാർട്ടിയോടുള്ള ഒരു വിശ്വാസ്യത തകർക്കാൻ അത് കാരണമാവും? ഒരിക്കലും പാർട്ടിയോടുള്ള വിശ്വാസ്യത തകർക്കില്ല. അവരെക്കുറിച്ചുണ്ടായിരുന്ന മതിപ്പ് ഇല്ലാതാവും. ഇവരെയൊക്കെ ഞങ്ങൾ വലിയ നേതാക്കളായി കണ്ടല്ലോ എന്ന ഒരു നിരാശ അവരിലുണ്ടായിത്തീരും എന്നതാണ്. ആ വിമത നീക്കമൊന്നും അതിലില്ല.
ഹതാശരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ വിമത നീക്കം എന്നതിനെ പറഞ്ഞുകൂടാ. സംഘടിതമായിട്ട് അങ്ങനെ ഒരു വിമത നീക്കമില്ല. ചിലർ നിർഭാഗ്യവശാൽ അവരാഗ്രഹിച്ച പദവികൾ കിട്ടാതെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കും. പാർട്ടിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഒരു പദവിയും ഇല്ലാതെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള, ജീവിതം കൊണ്ട് സംഭാവന നൽകിയിട്ടുള്ള എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചിന്തയാണ് പാർട്ടി സഹാക്കളിൽ ഉണ്ടാവുക. പക്ഷെ മിനിസ്റ്റർ, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് LDF-നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നേരിട്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെയാണ് എന്റെ പേര് ശ്രീനിധിക്ക് സംശയമില്ലാന്ന് പറയാം. അത് എല്ലാവരുടെയും ഇല്ല, പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. അത് ശരി, അത് കറക്റ്റാണ്. അപ്പോ ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോ അമിത ആത്മവിശ്വാസം വിനി ആയതുപോലെ ഒരു തോന്നല് ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അമിത ആത്മവിശ്വാസം ഒന്നും ഒഴിവാക്കി ഒന്നധികം ജനങ്ങൾക്കിടയിലൂടെ വീണ്ടും ഇറങ്ങിയിട്ട് അവരുടെ വിശ്വാസ്യത ഏറ്റെടുക്കുക അല്ലെങ്കിൽ പിടിച്ചു പറ്റുക എന്ന രീതിയിലേക്ക് കടന്നിട്ടുണ്ടോ? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമിതാത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനം, ഗംഭീരമായ വികസന പ്രവർത്തനം, എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങൾ, അതൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആളുകൾ വരും, വരിവരിയായി നിന്ന് വോട്ട് ചെയ്യും, ജയിപ്പിക്കും എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായി. അത് ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നല്ല പ്രവർത്തനം നടത്തണം എന്നുള്ള പാഠം ഇപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. പിണറായി ഭരണം അവസാനിക്കുമ്പോൾ കോടികളുടെ കടമാണ്, അതുപോലെ തന്നെ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം UDF ഭരണത്തിലേറിയാൽ ഖജനാവ് നിറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ മന്ത്രിക്ക് എന്താണ് അതിലൊരു പ്രതികരണം? നോക്കൂ, ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? അദ്ദേഹം അസത്യമെന്ന് ഉറപ്പുള്ള കാര്യം ഇത്ര കൂസലില്ലാതെ പറയാം എന്ന് പറഞ്ഞാൽ, ഒരു കല്ല് വെച്ച നുണ ഒരു കൂസലുമില്ലാതെ പറയാനുള്ള ചങ്കൂറ്റത്തിന് ഒരു നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ അതിനർത്ഥനായിട്ടുള്ള ഞാൻ പറയും. നോക്കൂ, ഇദ്ദേഹം എന്താ പറഞ്ഞത് 2 കൊല്ലം മുമ്പ്? കേരളം ശ്രീലങ്കയാവുന്നതാണ്, ഓർക്കുന്നുണ്ടോ? ശ്രീലങ്ക പോലെ കടം കയറി മുടിയും കേരളം തുലയും എന്നൊക്കെ ശപിക്കുകയും അത് സ്വപ്നം കാണുകയും ചെയ്തവരാണ്. പണ്ട് പ്രളയം ഉണ്ടാവും, അപ്പോ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞതുപോലെ, ഓർക്കുന്നില്ലേ? അതുപോലെ ഇപ്പോ എന്താ സംഭവിച്ചത്? കേരളം ശ്രീലങ്ക പോലെ ആവില്ല ചെയ്തത്, ശ്രീലങ്ക കേരളം പോലെ ചോക്കുകയാണ് ചെയ്തത്. അപ്പൊ ശ്രീലങ്ക ആ ക്രൈസിസിൽ നിന്ന് കരകയറി കേരളത്തിൽ ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും, എല്ലാ ആനുകൂല്യങ്ങളും നിലയ്ക്കും എന്നൊക്കെ പറഞ്ഞു. പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചത് ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് കിട്ടി. സ്ത്രീ സുരക്ഷാ പദ്ധതി, പുതിയ ക്ഷേമ പദ്ധതി വന്നു. അപ്പോൾ അവര് പറയുന്നതും വസ്തുതയും തമ്മിലുള്ള അന്തരമാണ് ഈ കാണിക്കുന്നത്. ഇതാ പറഞ്ഞത്, ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ UDF ആയി നോക്കണമായിരുന്നു. അപ്പൊ അറിയാമായിരുന്നു പെൻഷൻ ഉണ്ടാവില്ല, ശമ്പളം ഉണ്ടാവില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നമ്മളിപ്പോ പ്രതിപക്ഷത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇപ്പൊ നമ്മൾ സഭാ സമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രതിപക്ഷത്തിന് മറുപടി ഏറ്റവും നന്നായിട്ട് നൽകുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ MP രാജേഷിനെ കണ്ടത്. അപ്പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രതിപക്ഷം ഇറങ്ങി പോകുമ്പോൾ സഭയിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടത്തുമ്പോൾ ഇവന്മാർ ഇത് എന്താന്ന് കാണിക്കുന്നത് അങ്ങനെ സ്വയം തോന്നാറുണ്ട് ഉള്ളില്. അപ്പൊ ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് കാണുമ്പോൾ. നിങ്ങൾക്ക് തോന്നാറുള്ളത് മനുഷ്യരല്ലേ, ഞങ്ങൾക്കൊക്കെ തോന്നും. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയാറില്ല. പ്രതിപക്ഷമല്ലേ, ആ ഒരു ബഹുമാനം കൊടുക്കണ്ടേ എന്നുകൊണ്ട്. സാധാരണ ഭരണപക്ഷം ചർച്ചയ്ക്ക് വിസമ്മതിക്കുകയാണ് പതിവ്. അതിൽ പ്രതിഷേധിച്ചിറങ്ങി പോവാണ്. ഇവിടെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്ന ഭരണപക്ഷത്തിന്റെ ഈ കൊടും ക്രൂരതയിൽ പ്രതിഷേധിച്ചിട്ടാണ് അവരിറങ്ങി പോകുന്നത് എന്നതാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് പ്രതിപക്ഷം ഞങ്ങളോട് ചോദിക്കുന്നത്. ഒരു നോട്ടീസ് പോലും കൊടുക്കാതായി അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസില്ല. പേടിയാണ്, കാരണം നോട്ടീസ് കൊടുത്താൽ ചർച്ച ചെയ്ത് കളയും എന്നതാണ്. അവിശ്വാസ പ്രമേയം കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഏക നിയമസഭയാണത്. ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്താൻ പോലും ആത്മവിശ്വാസം ഉണ്ടായില്ല. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു മന്ത്രിക്കെതിരെയും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണിത്. ഇതിൽ പരം ഈ ഗവൺമെന്റിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്ന മറ്റെന്ത് കാര്യമാണുള്ളത്? ഒരു ആരോപണമെങ്കിലും കൊണ്ടുവരാൻ പറ്റണ്ടേ? മിനിസ്റ്റർ സ്പീക്കർ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അച്ചടക്കം പഠിപ്പിച്ച ഒരാളാണ് ഇപ്പോഴത്തെ സ്പീക്കർ. ഇപ്പോഴത്തെ സ്പീക്കർ ഇപ്പൊ മിനിസ്റ്റർ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതാത് ചുമതലയിലിരിക്കുമ്പോൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കണം. ഞാൻ സ്പീക്കറുടെ ചുമതലയിലിരിക്കുമ്പോൾ എന്റെ ജോലിയാണ് ഞാൻ നിർവഹിച്ചത്. ഇപ്പൊ സ്പീക്കറുടെ ചുമതലയിലിരിക്കുന്ന ബഹുമാനായ സ്പീക്കർ അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ എന്റെ ജോലി ഗവൺമെന്റിന്റെ ഭാഗം വിശദീകരിക്കലാണ് നിയമസഭയിൽ. അപ്പൊ ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ എടുത്തുവന്ന് വരും. അത് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് അവകാശം. തൃത്താല ഇനി എന്തുകൊണ്ട് എം പി രാജേഷിനെ തെരഞ്ഞെടുക്കണം? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പൊ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ ശാക്തീകരണത്തിന് ഇനി എന്ത് ചെയ്യാനുണ്ട് MP രാജേഷ് എന്ന വ്യക്തിക്ക്? 2 വലിയ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. തൃത്താലയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം നടക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നുണ്ട്.
ഒരു വിദ്യാർത്ഥി സ്കൂളിൽ നിന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അഭിമാനത്തോടെ രക്ഷിതാക്കളുടെ മുമ്പിൽ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ ഇന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ എല്ലാ വീടുകളിലും എത്തിക്കുകയാണ്. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് എന്തുകൊണ്ട് വീണ്ടും LDF വിജയിപ്പിക്കണം എന്നതിനുള്ള ഉത്തരമാണ്. എന്തുകൊണ്ട് MP രാജേഷിന് വോട്ട് ചെയ്യണം എന്നതിനുള്ള ഒരു ഉത്തരമാണ്. അതാണ് ഒന്ന്. രണ്ട്, തദ്ദേശ മന്ത്രി എന്ന നിലയിൽ ഇപ്പോ ഇനി അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഉള്ള കാര്യം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ LDF എല്ലാ കാലത്തും അധികാര വികേന്ദ്രീകരണത്തിന് മുൻതൂക്കം കൊടുത്തത്. ഈ ഗവൺമെന്റാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് urban പോളിസി ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ആദ്യത്തെ urban പോളിസി വലിയൊരു തയ്യാറെടുപ്പിനും ഹോംവർക്കിനും ശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി വരുന്ന ഗവൺമെന്റിന് മുമ്പിലുള്ള അജണ്ട ആ പോളിസിയുടെ ഇംപ്ലിമെന്റേഷനാണ്. രണ്ടാമത്തെ കാര്യം എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിന്റെ 2.0 നമ്മൾ പ്രഖ്യാപിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതി. അടുത്ത ഗവൺമെന്റിന്റെ അജണ്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളിപ്പോ K-സ്മാർട്ട് വഴി എല്ലാ സേവനങ്ങളും ഡിജിറ്റലാക്കി. നിങ്ങളൊക്കെ ജെൻസി തലമുറയാണല്ലോ, പത്രം വായിക്കാത്ത, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം വാർത്തകൾ അറിയുന്ന. അല്ല ഞാൻ ആക്ഷേപിക്കില്ല, അതിപ്പോ ഒരു ആക്ഷേപമല്ല. പത്രം വായിക്കുന്നവരെല്ലാം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യം ഇപ്പൊ വരുന്നില്ല. നിങ്ങളുടെ ഉള്ള കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഈ ലോകത്തേത് വിവരം ലഭ്യമാവാൻ പ്രയാസമില്ല. അപ്പോ എല്ലാ സേവനവും വിരൽത്തുമ്പിലെത്തി. ഇന്ന് മലയാളിക്ക് ലോകത്തെവിടെ ഇരുന്നും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ കഴിയും. അതായത് ഫയൽ അധിഷ്ഠിത ഗവേണൻസ്, ഫയൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗവേണൻസിൽ നിന്ന് നമ്മൾ ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഗവേണൻസിലേക്ക് മാറി. അടുത്ത ഘട്ടം ഇനി വരുന്ന ഗവൺമെന്റിന്റെ മുമ്പിലുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ ഡേറ്റാധിഷ്ഠിതമായ ഗവേണൻസിൽ നിന്ന് പ്രൊഡക്റ്റീവ് ഗവേണൻസിലേക്ക് മാറുക. നിങ്ങൾ അപേക്ഷ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സേവനം കിട്ടുന്ന സ്ഥിതിയിലേക്ക്. ഇപ്പൊ ബാറുകളുടെ സമയമൊക്കെ ഇപ്പൊ നമ്മൾ 12 മണി വരെ ആക്കി. ഇപ്പൊ എന്റെ ഒരു സ്വാഭാവിക സംശയമാണ്, ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ബാറിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ബിവറേജിനെയാണല്ലോ ആശ്രയിക്കുന്നത്. പക്ഷെ ഈ ബാറുകളുള്ള അത്ര അളവിൽ ബിവറേജസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ കുടിയന്മാർക്ക് വേണ്ടി ബിവറേജസിന്റെ എണ്ണം കൂടെ കൂട്ടണ്ടല്ലോ. കേരളത്തില് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് അറിയാമല്ലോ. യാഥാസ്ഥിതികത്വം ഭയങ്കര ശക്തമായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ലോകം മാറിയത് കാണാത്തതെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. എന്നോട് ചോദിച്ചവരുണ്ട്. ലോകം നിങ്ങൾ യൂറോപ്പിലേക്ക് നോക്കൂ, ദുബായിലേക്ക് നോക്കൂ, സൗദി അറേബ്യയിലേക്ക് നോക്കൂ, അവിടെയൊക്കെ ലിബറൽ ആയി വരുന്നു. നിങ്ങൾ എപ്പോഴും എന്തുകൊണ്ട് വേണ്ടത്ര ലിബറൽ ആവുന്നില്ല? നമുക്ക് രണ്ടിന്റെ ഇടയിലുള്ള ഒരു മാർഗ്ഗം ഇപ്പൊ സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നിങ്ങളോട് കുറച്ചുകൂടി അധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസും മറ്റൊരു അവസരത്തെ കാണാം. താങ്ക് യു. നല്ല ചോദ്യങ്ങളായിരുന്നു എല്ലാം. നിങ്ങളെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.